നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് MLT ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ക്ലാസ് ലബോറട്ടറി മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ലബോറട്ടറി മാനേജ്മെന്റിന്റെ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ലബോറട്ടറി ഓർഗനൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോൾ ബാർ കോഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ബാർ കോഡിംഗ് എന്ന് പറയുമ്പം നമുക്കിവിടെ പ്രത്യേകിച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാർ കോഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പം അതും ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകും. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ്, ബാർ കോഡിംഗ് ഒക്കെ ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് ലബോറട്ടറി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ഇൻ്റർലിങ്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചില പോയിന്റ്സ് പറയുമ്പോൾ നമ്മൾ സിലബസിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. എന്താണ് ലബോറട്ടറി മാനേജ്മെൻറ്റ്? വേഗത്തിൽ മനസ്സിലാക്കുന്ന ഒരു സാധനം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ലാബ് മാനേജ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എ ലബോറട്ടറി പ്രൊഫഷണൽ. അതായത് ഒരു ലബോറട്ടറി പ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടി നമ്മൾ അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എത്തിക്സ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. The laboratory personnel should be aware of the code of ethics, which is the minimum standard about his professional skill. It includes the do and don't do in the laboratory. അതായത് നമ്മൾ അവിടെ ജോലി കിട്ടി ഒരു ലബോറട്ടറി പേഴ്സൺ ആയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സ്കില്ലിനകത്ത് ഏറ്റവും കൂടുതൽ കാണേണ്ട ഒരു കാര്യം എന്താണ്? ഈ കോഡ് ഓഫ് എത്തിക്സ് ആയിരിക്കും. അതായത് ലബോറട്ടറിക്കുള്ളിൽ കയറിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ചെയ്യേണ്ടാത്ത കാര്യമൊക്കെ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ലബോറട്ടറി ടെക്നീഷ്യൻസിന് അല്ലെങ്കിൽ ഈ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആയിട്ടും ലബോറട്ടറി അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കയറുന്നവർക്ക് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ, ട്രീറ്റ് പേഷ്യൻസ് ആൻഡ് കൊളീഗ്സ് വിത്ത് റെസ്പെക്ട്, കെയർ ആൻഡ് തോട്ട്ഫുൾനെസ്. എല്ലാ മേഖലയിലും ഉള്ള ഒരു കാര്യമാണ്. പേഷ്യൻസിനെയും കൊളീഗ്സിനെയും റെസ്പെക്റ്റോടുകൂടി ട്രീറ്റ് ചെയ്യുക, കെയർ ചെയ്യുക, തോട്ട്ഫുൾനെസ്സോടുകൂടി അവരെ മാക്സിമം മനസ്സിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. പെർഫോം ഡ്യൂട്ടീസ് ഇൻ ആൻ ആക്യുറേറ്റ്, പ്രിസൈസ്, ടൈംലി ആൻഡ് റെസ്പോൺസിബിൾ മാനർ. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയണോ? ഡ്യൂട്ടീസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ. സേഫ് ഗാർഡ് പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ദ ലോ. ഓരോ പേഷ്യൻ്റെയും ഇൻഫർമേഷൻ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യം, കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം, വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ലോ. കുറച്ച് ലോസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ, അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, ആ പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ മാത്രമേ അറിയാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നവരൊക്കെ കാണും, അറിയാവുന്നവരുടെയൊക്കെ അസുഖമൊക്കെ നമ്മളായിരിക്കും ചിലപ്പം നോക്കുന്നത്. അത് കോൺഫിഡൻഷ്യലാണ്, നമ്മൾ നോക്കി അത് 10 ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത്. പ്രൂഡൻറ്റ് യൂസ് ഓഫ് ലബോറട്ടറി റിസോഴ്സസ്. ലബോറട്ടറി റിസോഴ്സസ് യൂസ് ചെയ്യുന്നതിനകത്ത് ശ്രദ്ധ വേണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യരുതെന്നൊക്കെ. അഡ്വക്കേറ്റ് ദ ഡെലിവറി ഓഫ് ക്വാളിറ്റി ലബോറട്ടറി സർവീസ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. എപ്പോഴും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് മാനറിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആവശ്യത്തിന് ഇപ്പം ഒരു ടെസ്റ്റ് നടത്താൻ 20 രൂപയുള്ളെങ്കിൽ അതിന് 50 രൂപ എടുക്കരുത്, 20 രൂപ തന്നെ എടുക്കാവുള്ളൂ. ആ ക്വാളിറ്റി ലബോറട്ടറി സർവീസിന് കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ ഒരു സേവനം കൊടുക്കാൻ. വർക്ക് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അവിടെ കൊടുത്തിരിക്കുന്ന ലോയും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് ആ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ. സ്ട്രൈവ് ടു ഇംപ്രൂവ് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് നോളജ്. ഒരു വട്ടം പഠിച്ചിട്ട് കയറി എന്ന് വെച്ചിട്ട് ആ നോളജും സ്കില്ലും കൊണ്ട് മാത്രം ഇരിക്കരുത്. പിന്നീടും നമ്മൾ എന്ത് വേണം? അറിവ് ആർജിക്കെടുക്കാൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ സ്കിൽസും നോളജും എല്ലാം ആ ഒരു മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത്രയുമാണ് കോഡ് ഓഫ് എത്തിക്സ് ഓഫ് എ ലബോറട്ടറി പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഇനി അതും ലബോറട്ടറി മാനേജ്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ്. ഇനി റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ലബോറട്ടറി. എന്തൊക്കെ കാര്യങ്ങളാണ് ലബോറട്ടറിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ലബോറട്ടറി കമ്മ്യൂണിക്കേഷനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ റോൾ എന്താണ്? A laboratory must maintain healthy relationship between patient, physician, nursing staff, sales representative, administrative staff. അതായത് പേഷ്യൻസും നേഴ്സിംഗ് സ്റ്റാഫും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും എല്ലാവരും തമ്മിൽ എന്ത് വേണം? നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം ലബോറട്ടറിയിൽ ഉണ്ടാവേണ്ടത്. എ ട്രെയിൻഡ് ലബോറട്ടറി ടെക്നോളജിസ്റ്റ് മസ്റ്റ് നോ ദി ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ട്രെയിൻഡ് ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പം, കമ്മ്യൂണിക്കേഷൻ മീൻസ് അവരോട് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. Speak to patient clearly with a pleasing manner so that his confidence toward the technician increases. അതായത് ഒരു പേഷ്യൻ്റ് വരുന്നു, അദ്ദേഹത്തോട് ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യുക, അതുകൊണ്ട് പ്ലീസിങ് മാനർ, ചാടിക്കടിച്ചുകൊണ്ടൊന്നും ചെയ്യാതെ കോൺഫിഡൻ്റ് ആയിട്ട് എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര മണിക്കൂർ എടുക്കുക, അത് നല്ല രീതിയിൽ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടെക്നീഷ്യനോടുള്ളൊരു കോൺഫിഡൻസ് രോഗിക്ക് കൂടുതലായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് നോളജ് ടു ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ്.
അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ് കറക്റ്റ് നോളജ് ടു ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇങ്ങനെയാണെന്നൊക്കെ ഈ ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് കൊടുക്കുക. ഈ റിപ്പോർട്ടെല്ലാം ആരാ നോക്കുന്നത്? ഡോക്ടറല്ലേ. അപ്പം ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണം കൊടുക്കാൻ. ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് ഇതാണ്, ഇങ്ങനെ ഇന്നതൊക്കെയാണ് ചെയ്തത്, ഇന്നതൊക്കെയാണ് ഇതിനകത്ത് കിട്ടിയതെന്നൊക്കെ കറക്റ്റായിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിസിഷ്യൻസ് ഓൺ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ലാബ് റിക്വസ്റ്റ് ആൻഡ് ലബോറട്ടറി റിസൾട്ട്. അതായത് ഫിസിഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഡോക്ടറല്ലേ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫിസിഷ്യൻ ഓൺ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ലാബ് റിക്വസ്റ്റ് ആൻഡ് ലബോറട്ടറി റിസൾട്ട്സ്. ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ടു ബി ഒബ്സർവ് വിത്ത് കോവർക്കേഴ്സ്. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ, ഇത് നമ്മൾ എല്ലാ ഫീൽഡിലും ചെയ്യുന്ന കാര്യമാണ്. അടുത്ത എങ്ങനെയായിരിക്കണം ലബോറട്ടറി ഓർഗനൈസ് ചെയ്യേണ്ടത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Only a well-designed laboratory can provide reliable and timely result for the diagnosis of diseases. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വെൽ ഡിസൈൻഡ് ലബോറട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്ത് വെക്കണമെന്നല്ല, ഓരോന്നും ഇരിക്കേണ്ട ഓരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ ഇരുന്നാൽ മാത്രമേ, എനിക്കിപ്പോൾ ഒരു ലിവർ ടെസ്റ്റ് വന്നു, ആ ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ സാധനങ്ങൾ, ആ കെമിക്കൽസ് എല്ലാം ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ മാത്രമല്ല എനിക്ക് പെട്ടെന്ന് തന്നെ ടൈം ഒന്നും പോവാതെ തന്നെ എല്ലാ സാധനങ്ങളും കൈയടുപ്പത്തിലുണ്ട്, എല്ലാം എടുത്ത് എളുപ്പം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം വെൽ ഡിസൈൻഡ് ആയിരിക്കണം ലബോറട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളുടെയും പൊസിഷൻ കറക്റ്റായിട്ട് വെച്ചിരിക്കണം. ദ ലബോറട്ടറി ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻ സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫങ്ഷൻ ആൻഡ് കൺവീനിയൻറ്റ്. The laboratory should have adequate space, ventilation, light, power supply, water supply, workbench, reagents, equipments and laboratory personnel. ഒരു ലബോറട്ടറി എന്ന് പറയുന്നത് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് വേണം ഉണ്ടാക്കാൻ. ഇത് ഫങ്ഷണൽ ആയിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം, അഡ്വക്കേറ്റ് സ്പേസ് വേണം. ഒരു ഇടുങ്ങിയ റൂമിനകത്താണോ ഇതെല്ലാം കൂടെ ചെയ്യേണ്ടത്? അല്ല, നല്ലതായിട്ടുള്ള ഒരു സ്പേസ് വേണം, നല്ല വെന്റിലേഷൻ വേണം, വായു കയറണം, ലൈറ്റ് വേണം, കറണ്ട് വേണം, വാട്ടർ സപ്ലൈ വേണം, വർക്ക് ചെയ്യാനുള്ള ഒരു ബെഞ്ച്, അതായത് വെച്ച് ഓരോന്നും ചെയ്യാനുള്ള മാർഗ്ഗങ്ങളില്ലേ അതെല്ലാം വേണം, അതിനുള്ള റിയേജൻസ് വേണം, എക്യുപ്മെൻറ്റ്സ് വേണം, അതുപോലെ അതിനുള്ള ആൾക്കാരും വേണം. രണ്ടുപേരെ വെച്ചിട്ട് ഇത്രയും ടെസ്റ്റ് കൂടെ നടത്താൻ പറ്റുമോ? അപ്പോൾ ലബോറട്ടറി പേഴ്സൺസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കണം. An accessible space adequate for setting a desired laboratory is identified. Good ventilated laboratory has reduced the risk of infection. നമുക്കറിയാം ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്നത് മിക്കതും അസുഖങ്ങളാണ്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായു കടന്നു പോകണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ലബോറട്ടറി ഷുഡ് ഹാവ് അൺഇൻ്റർപ്രറ്റഡ് പവർ സപ്ലൈ, ഗുഡ് ലൈറ്റിംഗ് സിസ്റ്റം, ഗുഡ് സപ്ലൈ ഓഫ് റണ്ണിംഗ് വാട്ടർ ആൻഡ് വാട്ടർ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് എസെൻഷ്യൽ ഇൻ എ ലബോറട്ടറി. വർക്ക് ബെഞ്ചസ് ഷുഡ് ബി മെയ്ഡ് അറ്റ് എ സ്യൂട്ടബിൾ ഹൈറ്റ് വിത്ത് ഇനഫ് ലെഗ് സ്പേസ്. അതായത് ഇടുങ്ങിയൊന്നും ഇരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ലെഗ് സ്പേസ് ഒക്കെ വേണം. നമുക്ക് വൃത്തിയായിട്ടിരുന്ന് ചെയ്യാൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഒഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. സർഫസ് പോളിഷ്ഡ് സിമെൻറ്റ് ബെഞ്ചസ് ഒരു വുഡൻ ബെഞ്ചസ് ക്യാൻ ബി യൂസ്ഡ്. ഒന്നെങ്കിൽ സിമെൻറ്റ് ബെഞ്ച് ആവാം, അല്ലെങ്കിൽ തടിയുടെ ആയാലും മതി. വുഡൻ ബെഞ്ചസ് ആർ ആസിഡ് പ്രൂഫ്ഡ് ആയിരിക്കണം. അതൊരു കാര്യമുണ്ട്. ഈ വുഡൻ ബെഞ്ച് എല്ലാം തന്നെ ആസിഡ് പ്രൂഫ്ഡ് ആയിരിക്കണം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആസിഡോ ആൽക്കലിയൊക്കെയാണ്. ബേസിക് ലാബോറട്ടറി എക്യുപ്മെന്റ്സ്, ഗ്ലാസ് വെയർ, റിയേജൻ ഷുഡ് ബി മെയ്ഡ് പർച്ചേസ്ഡ് ഫ്രം റെപ്യൂട്ടഡ് സപ്ലയേഴ്സ്. ഈ കണ്ണി കണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ വഴിയിലിട്ട് വിൽക്കുന്നവരുടെ കയ്യിൽ നിന്നൊന്നും അല്ല നമ്മൾ ഈ ഗ്ലാസ് വെയറും എക്യുപ്മെന്റ്സും ഒക്കെ വാങ്ങിക്കേണ്ടത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ട്, അവരുടെ കയ്യിൽ നിന്ന് തന്നെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം റിയേജൻറ്റും ഗ്ലാസ് വെയറും എക്യുപ്മെൻറ്റും എല്ലാം വാങ്ങിക്കാൻ. വെൽ ട്രെയിൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ് ഈസ് ബാക്ക് ബോൺ ഓഫ് ലബോറട്ടറി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദ റിസൾട്ട് ഡിപ്പെൻഡ് ഓൺ ദ ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ്. നല്ല ട്രെയിനിങ് ഉള്ളവരായിരിക്കണം, നല്ല കഴിവുള്ളവരായിരിക്കണം, ജോലിയിൽ ആത്മാർത്ഥമുള്ളവരാണെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പം വെൽ ട്രെയിൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടും കിട്ടുന്ന റിസൾട്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എ ലബോറട്ടറി ഷുഡ് ഹാവ് സ്റ്റാഫ് പാറ്റേൺ ഇൻക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻ ആൻഡ് ലബോറട്ടറി അസിസ്റ്റന്റ് ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷനിങ്. അതായത് ആരൊക്കെ കാണണം? പ്രധാനമായിട്ട് ഒരു ലബോറട്ടറിയിൽ അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ കാണും ഹെഡായിട്ട്, ലബോറട്ടറി ടെക്നോളജിസ്റ്റ് കാണും, ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ലബോറട്ടറി അസിസ്റ്റന്റ് കാണും. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രോപ്പർ ഫങ്ഷനിങ് നടത്തുന്നത്. അപ്പം അതൊക്കെ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കമ്പോണൻസ് ഓഫ് ലബോറട്ടറി ആണ് അടുത്തത്. എന്തൊക്കെ കമ്പോണൻസ് ആണ്? The components of a clinical laboratory include various departments like hematology, blood bank, microbiology, biochemistry, serology, clinical pathology. അതിൻ്റെ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ആകുമ്പോൾ അതിനകത്ത് പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഹെമറ്റോളജി, ബ്ലഡുമായിട്ട് റിലേറ്റഡ് ബ്ലഡ് ബാങ്ക് ഉണ്ട്, മൈക്രോബയോളജി,
ബയോകെമിസ്ട്രി, സെറോളജി, ക്ലിനിക്കൽ പത്തോളജി, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് അവിടെ എല്ലാം ഒരു റിസപ്ഷൻ ഏരിയ കാണും, റൂംസ് ഫോർ സ്പെസിമെൻ കളക്ഷൻ കാണും, റിഫ്രഷ്മെന്റ് റൂമും ടോയ്ലറ്റും എല്ലാം കാണും അല്ലേ. സ്പെസിമെൻ കളക്ട് ചെയ്യാനൊരു മുറി കാണും, റിഫ്രഷ് ചെയ്യാനുള്ള ഒരു മുറി കാണും, ടോയ്ലറ്റ് കാണും, അതുപോലെ ഒരു റിസപ്ഷൻ ഏരിയ, നമ്മളിത് കൊണ്ടുവന്ന് പൈസ അടയ്ക്കാനൊക്കെ ഒരു റിസപ്ഷൻ ഏരിയ കാണും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ലബോറട്ടറിയുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് ആണല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലേ ഔട്ട് പ്ലാൻ ഫോർ മെഡിക്കൽ ലബോറട്ടറി, ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പേഷ്യൻറ്റിൻ്റെ വെയിറ്റിംഗ് ഏരിയ വരുന്നു, പേഷ്യൻറ്റ് ടോയ്ലറ്റ് ഇവിടെയുണ്ട്, സാമ്പിൾ കളക്ഷൻ റൂം, ഇത് റിസപ്ഷനാണ്, ഇവിടെ മാറിയിട്ട് ക്ലിനിക്കൽ, ഇവിടെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ സ്റ്റാഫിനുള്ള ഒരു ടോയ്ലറ്റ് കാണും, ഇവിടെ ഒരു റിഫ്രഷ്മെൻറ്റ് റൂം, ഇത് സാമ്പിൾ പ്രോസസ്സിങ് ഏരിയ ആയിരിക്കും നടുക്ക്, ഇവിടെ ക്ലിനിക്കൽ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിനിക്കൽ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ആയിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മുടെ നല്ലൊരു ലബോറട്ടറി ആവത്തുള്ളൂ. അപ്പോൾ ലേ ഔട്ട് പ്ലാൻ ഓഫ് എ മൾട്ടി റൂം ലബോറട്ടറി. The working area of different department as well as sample reception should be conveniently arranged, making the necessary reagents are apparent easily accessible. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ, ആ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കളക്ഷൻ റൂം എന്ന് പറയുന്നത് ഈ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്താണെങ്കിൽ ഇച്ചിരി കൂടി എളുപ്പമാണ് അല്ലേ. സാമ്പിൾ കളക്ഷനും അതുപോലെ തന്നെ ഈ ഹെമറ്റോളജി ഡിപ്പാർട്ട്മെന്റും എല്ലാം അടുത്താണെങ്കിൽ അപ്പാരറ്റസ് ഒക്കെ ഈസിലി അവൈലബിൾ ആണ്, സമയം ഒട്ടും കളയേണ്ട കാര്യമില്ല. അതുപോലെ റിക്വസ്റ്റ് ഫോം ആൻഡ് റിപ്പോർട്ട് ഫോംസിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. എ റിക്വസ്റ്റ് ഫോം ഈസ് എ ഫോം ഫോർ ലാബ് ടെസ്റ്റ് സൈൻഡ് ബൈ ഡോക്ടർ. എവിടെ നിന്നാണ് നമുക്ക് റിക്വസ്റ്റ് ഫോം കിട്ടുന്നത്? ഡോക്ടർ സൈൻ ചെയ്ത് നമുക്ക് തരും അല്ലേ. ലാബുകാരോട് ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ഫോം തരും. The request form may carry the patient names, age, IP or OP number, provisional diagnosis, nature of specimen, name of the test required on that specimen. എന്തൊക്കെ കാണും റിക്വസ്റ്റ് ഫോമിനകത്ത്? ഡോക്ടറിൻ്റെ പേര് കാണും, ഡോക്ടറിൻ്റെ സ്ലിപ്പിനകത്ത് നമുക്ക് തരുന്നത്. അതിനകത്ത് പേഷ്യൻറ്റിൻ്റെ പേര് കാണും, ഏജ് കാണും, OP അഡ്രസ്സ് കാണും അല്ലെങ്കിൽ IP അഡ്രസ്സ്, പ്രൊവിഷണൽ ഡയഗ്നോസിസ്, അതുപോലെ എങ്ങനെയാണ് നേച്ചർ ഓഫ് സ്പെസിമെന്, നെയിം ഓഫ് ദ ടെസ്റ്റ് റിക്വയർഡ് ഓൺ ദ, ഏത് ടെസ്റ്റാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, ഇതെല്ലാ കാര്യങ്ങളും റിക്വസ്റ്റ് ഫോമിൽ ഡോക്ടർ എഴുതി തരും. A report form is the form in which laboratory issues the result of the test asked for. അതുപോലെ റിപ്പോർട്ട് ഫോം എന്ന് പറയുമ്പോൾ ലബോറട്ടറി കാര്യം നമുക്ക് തരേണ്ടതാണ്, അത് നമ്മൾ ആർക്ക് കൊടുക്കണം? ഡോക്ടർക്ക് കൊണ്ടുവന്ന് കാണിക്കാനുള്ളതാണ്. അപ്പോൾ റിക്വസ്റ്റ് ഫോം ആര് തരും? ഡോക്ടർ തരും. റിപ്പോർട്ട് ഫോം ആര് തരും? ലബോറട്ടറിക്കാർ ഡോക്ടർക്ക് കൊടുക്കാൻ തരും. വേരിയസ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഫോം ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആർ യൂസ്ഡ് റൂട്ടീൻലി. പ്രീ പ്രിന്റഡ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോംസ് ആർ കറക്റ്റ്ലി യൂസ്ഡ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തത് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോക്ക് രജിസ്റ്റർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമബിൾ, നോൺ കൺസ്യൂമബിൾ, അതായത് രണ്ട് രീതിയിൽ പറയാം. എവറി ലബോറട്ടറി ഷുഡ് മെയിൻറ്റെയിൻ സ്റ്റോക്ക് രജിസ്റ്റർ ആൻഡ് ഈച്ച് പർച്ചേസ് ഓഫ് കോമഡിറ്റി ടു ദ ലബോറട്ടറി ഷുഡ് ബി ഇൻക്ലൂഡ്. നമ്മൾ സ്കൂളുകളിലൊക്കെ സ്റ്റോക്ക് രജിസ്റ്റർ വെച്ചിട്ടുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ലാബിലേക്കൊക്കെ സാധനം വാങ്ങിക്കുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പൊട്ടിപ്പോയതിൻ്റെ കാര്യം എഴുതി വെക്കണം, പുതിയ സാധനം വാങ്ങിച്ച കാര്യം എഴുതി വെക്കണം, അതിൻ്റെ പ്രൈസ് എഴുതി വെക്കണം, ഇതിനൊക്കെ സ്റ്റോക്ക് രജിസ്റ്റർ വേണം. അതുപോലെ തന്നെ എല്ലാ ലബോറട്ടറിയിലും എന്ത് വേണം? ഒരു സ്റ്റോക്ക് രജിസ്റ്റർ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു രജിസ്റ്റർ ആൻഡ് ഈച്ച് പർച്ചേസ് ഓഫ് കോമഡിറ്റി ടു ദ ലബോറട്ടറി ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റർ ഫോർ കൺസ്യൂമബിൾ, നോൺ കൺസ്യൂമബിളിനും നോൺ കൺസ്യൂമബിളിനും രണ്ട് സ്റ്റോക്ക് രജിസ്റ്റർ വേണം. ഇപ്പോൾ റിയേജൻറ്റ്, കെമിക്കൽസ് ആൻഡ് ഗ്ലാസ് വെയർ ആർ ഇൻക്ലൂഡഡ് ഇൻ കൺസ്യൂമബിൾ. റിയേജൻറ്റ്, കെമിക്കലും ഗ്ലാസ് വെയറും ഒക്കെയാണ് നമ്മൾ കൺസ്യൂമബിളിനകത്ത് കൊണ്ടുവരുന്നത്. അതുപോലെ ഇൻസ്ട്രുമെൻസും മെഷീൻസും ഒക്കെയാണ്, അല്ലെങ്കിൽ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന മറ്റ് ഐറ്റംസ് എല്ലാം വിൽ നോട്ട് ബി എക്സോസ്റ്റഡ് ഓൺ യൂസേജ് ആർ ഇൻക്ലൂഡഡ് നോൺ കൺസ്യൂമബിൾ. മനസ്സിലാവും, നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കാറുണ്ട് കൺസ്യൂമബിൾ, നോൺ കൺസ്യൂമബിൾ. കൺസ്യൂമബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച് നമ്മൾ കളയുന്ന അല്ല പൊട്ടിപ്പോകുന്ന റിയേജൻ്റ് ഒക്കെ എപ്പോഴും കാണുമോ? തീർന്നു പോകത്തില്ലേ? ഗ്ലാസ് വെയർ ചിലത് ഉപയോഗിച്ചിട്ട് കളയേണ്ടത് കാണത്തില്ലേ? അപ്പോൾ അതെല്ലാം കൺസ്യൂമബിൾ ആണ്. എന്നാൽ ഒരു വട്ടം വാങ്ങിക്കുന്ന മെഷീനൊക്കെ പെട്ടെന്ന് എടുത്ത് കളയുമോ? അതെല്ലാം നോൺ കൺസ്യൂമബിൾ ആണ്. അതിന് രണ്ടിനും രണ്ട് രജിസ്റ്റർ വേണമെന്ന് അർത്ഥം, സംശയമില്ലല്ലോ. അടുത്തത് ഓർഡറിംഗ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സപ്ലൈസ്. അതെന്താണ്? എ മെഡിക്കൽ ലബോറട്ടറി നീഡ്സ് ആൻ അൺഇൻ്റർപ്രറ്റഡ് സപ്ലൈ ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ്. ഒരു മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുമ്പം ഈ സപ്ലൈ, കെമിക്കൽ സപ്ലൈയും റിയേജൻസ് സപ്ലൈ ഒക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. ഇപ്പോൾ ചിലപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും ഒരു ലബോറട്ടറി വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് കെമിക്കൽ തീർന്നു പോയാൽ ശരിയാവത്തില്ല. ഹെൻസ് പ്രോംപ്റ്റ് ഓർഡറിംഗ് ആൻഡ് പർച്ചേസിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫോർ ദിസ് പർപ്പസ് എവറി ലബോറട്ടറി പേഴ്സൺ ഷുഡ് നോ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഐറ്റം ടു ബി പർച്ചേസ്ഡ് and details of various suppliers in that area and merits and demerit of each brand. ഷെൽഫ് ലൈഫ് പീരീഡ്, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതായത് ഈ നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടി, നമ്മൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, എന്ത് സാധനമാണ് തീരാൻ പോകുന്നത്, എന്ത് സാധനമാണ് ഇനി വാങ്ങിക്കേണ്ടത്, എന്തുമാത്രം സാധനങ്ങൾ ഇരിപ്പുണ്ട് അല്ലേ. അതുപോലെ തന്നെ
ഷെൽഫ് ലൈഫ് പീരീഡ് എത്രയാണിത്, ഇതിനെ പറ്റിയിട്ടെല്ലാം ഒരു അറിവ് വേണം. തീരാൻ കാത്തു നിൽക്കരുത് ഓർഡർ ചെയ്യാനായിട്ട്, അത് ശ്രദ്ധിക്കുക. അടുത്തത് അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ലബോറട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? Accreditation is used to grade the laboratories having an appropriate quality management system can properly perform certain test method calibration parameters according to their scope of accreditation. അതായത് നമ്മൾ കോളേജിനും സ്കൂളിലും ഒക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന കൂട്ട് തന്നെ ലബോറട്ടറിക്കും എന്തുണ്ട്, അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, NABL, ISO, CAP, CRISIL ഇതെല്ലാം എന്താണ് അവരുടെ അക്രഡിറ്റേഷൻ ഏജൻസീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബാർ കോഡിങ് പഠിക്കാനുള്ളതുകൊണ്ട് അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബാർ കോഡിങ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെക്ഷനകത്ത് നമുക്ക് ബാർ കോഡിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലബോറട്ടറി മാനേജ്മെൻറ്റിനകത്ത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.